ഹലോ. അപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്കിന്നും യൂസ് ചെയ്തതിന് ശേഷമുള്ള സ്കിന്നാണ് ഇത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലെൻസറാണ്. അതിന് വേണ്ടിയിട്ട് തിളപ്പിക്കാത്ത നല്ല പാല്, പശുവിൻ പാല് എടുക്കുക. അതിലേക്ക് നമ്മൾ എത്രയാണോ, അതിപ്പോൾ നമ്മൾ രണ്ടാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ഒരാളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇനി ആ പാലിലേക്ക് നല്ല തരിതരിപ്പുള്ള കോഫി പൗഡർ, നിങ്ങളുടെ അടുത്ത് ഏത് കോഫി പൗഡറാണുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ആ ഒരു പാലും കോഫി പൗഡറും നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ക്ലെൻസറാണ്, അതായത് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ മണത്ത് നോക്കുന്നുണ്ട്, നല്ല പാൽ ചായ ആയില്ലേ ചൂടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നല്ലതുപോലെ തേക്കുക കേട്ടോ. നമ്മുടെ ഫേസിൽ തേക്കുന്ന പോലെ തന്നെ നമ്മളെ കൈത്ത് ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തേക്കുക. അത് തേക്കുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളും കിട്ടും. പിന്നെ സ്ക്രബ് ചെയ്യണ പോലെ തന്നെ കാപ്പിപ്പൊടി നല്ല തരി ആയതുകൊണ്ടേ അപ്പോൾ തന്നെ നമുക്കൊരു ഗ്ലൈസിങ് നമുക്ക് ഫീൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു വീഡിയോയിൽ കിട്ടും. അപ്പോൾ നല്ലതുപോലെ തേക്കുക. ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോൾ നമുക്ക് കുറേ നേരം വെച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ തുടച്ചെടുക്കുക. നമുക്ക് എങ്ങനെയാണ് കംഫർട്ട് അതിനനുസരിച്ച് വാഷ് ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്യണ്ടോ. ഇപ്പോൾ തന്നെ ഒരു ഗ്ലേസിങ് കാണില്ലേ. നേരത്തെ എൻ്റെ ഫേസും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഫേസും തന്നെ വ്യത്യാസം കണ്ടില്ലേ. ഗ്ലിസറിൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ്ബറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്ത് ബാക്കി എന്നേക്ക് നമുക്ക് കിട്ടാൽ മതി. ഇനി ഇല്ലാത്തവരാണെങ്കിൽ പാലും ഈ കോഫി പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെ കയ്യിലുള്ളത് ഏത് ഓയിലാണ്, എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിലാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 4-5 തുള്ളി ഒലിവ് ഓയിൽ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സ്ക്രബ്ബർ. ഇത് നമുക്ക് ഇനി മുഖത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ടൈം ചെയ്യണോല് ഇത് അപ്ലൈ ചെയ്തതിന് ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം സ്ക്രബ് ചെയ്യട്ടോ. ഞാനിത് 2-3 ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഞാനത് മറന്നു പോയതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഫേസിൽ എല്ലാ ഭാഗത്തും സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫേസിലും നെക്കിലും ഒക്കെ ചെയ്യട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രബ് നല്ലതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക. ആ ഒരു പഞ്ചസാരൻ്റെ തരിയും കാപ്പിപ്പൊടിയുടെ തരിയും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് കൃതി ബേബിയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എൻ്റെ കുഞ്ഞാണ്. കാരണം ഇത് തേച്ച് കണ്ടപ്പോൾ എന്ത് ഈ അമ്മ കാട്ടുന്നത്. കാരണം അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ ഈ അമ്മ ചെയ്യണമെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഓയിൽ ഉപയോഗിക്കും, നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തൊക്കെ. കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മളെ സ്കിന്നിൽ അത് നല്ലതുപോലെ ഓയിൽ സ്കിന്നായി നിൽക്കും. ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കഴുകുന്നതും കൂടെ അത്ര ഫീൽ ഉണ്ടാവില്ല. ഓയിൽ തേച്ചു നമ്മൾ സ്കിന്നിന്. ഓയിൽ സ്കിന്നായവർക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ തന്നെ ഞാനത് സ്ക്രബ് ചെയ്തൊരു 5-6 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നോക്കും എൻ്റെ സ്കിന്നിൽ വന്ന മാറ്റം. ആ ഒരു ഗ്ലിസറിൻ ചെയ്തതിന് ശേഷം വന്ന മാറ്റവും ഈ ഒരു സ്ക്രബ് ചെയ്തതിന് ശേഷം വന്ന മാറ്റം നോക്കി അടിപൊളിയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും. ഫസ്റ്റ് യൂസിൽ തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഒരുങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്ത നല്ല റിസൾട്ടായിരിക്കും. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്